ആലപ്പുഴ മാന്നാറിൽ വയോധിക ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പ് സംഘമെന്ന് കുടുംബത്തിന്റെ ആരോപണം. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീദേവി അമ്മയെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 സ്ത്രീകൾ തട്ടിപ്പിനിരയാക്കിയെന്നാണ് കുടുംബം പറയുന്നത്. തട്ടിപ്പ് സംഘത്തിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മുൻ അംഗവും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് ശ്രീദേവി അമ്മയെ തട്ടിപ്പിനിരയാക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേന്ദ്ര പദ്ധതി പ്രകാരം തൊഴിൽ സംരംഭകരായ സ്ത്രീകൾക്ക് പദ്ധതി തുടങ്ങാൻ പണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സംഘം വയോധികയെ സമീപിക്കുന്നത്. ശ്രീദേവി അമ്മ ഇവർക്ക് പണവും സ്വർണ്ണാഭരണങ്ങളും നൽകി. ഇവർ മുഖേന പലരുടെ കയ്യിൽ നിന്നും സംഘത്തിന് പണം നൽകിക്കൊണ്ടിരുന്നു. കടം കൊടുത്ത പണവും സ്വർണ്ണാഭരണങ്ങളും തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി. കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ ശ്രീദേവിയമ്മ സ്വന്തം വീട് വിറ്റ് മറ്റുള്ളവർക്ക് പണം നൽകി. എന്നാൽ സംഘത്തിന്റെ ഭീഷണിയും അപമാനവും ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മാന്നാർ പോലീസിൽ ഇത് സംബന്ധിച്ച് ശ്രീദേവിയമ്മ പരാതി നൽകിയെങ്കിലും കാര്യമായി എടുത്തില്ലെന്നും പോലീസ് അപമാനിച്ചുവെന്നും ആരോപണമുണ്ട്. അമ്മയുടെ കാശിനമായി പുതിയ വണ്ടി വാങ്ങി ചേച്ചി. അപ്പൊ എന്ത് വണ്ടിയാണ്? ഇന്ന വണ്ടിയാണ്. അപ്പൊ ഈ സെയിം വണ്ടിയാണ് പ്രമോദ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വിഷ്ണു, പ്രമോദ് ഇവരെല്ലാം അന്ന് മോഡി സമ്മതിച്ചതാണ് നമ്മളെടുത്ത് ഈ കാശ് മൊത്തം വിഷ്ണുവാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അന്ന് പ്രമോദ് അന്ന് സമ്മതിച്ചില്ല. സ്റ്റേഷനിലോട്ട് മാറ്റി എന്ന് പറഞ്ഞ അന്ന് അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വരുന്നു. തെളിവെടുക്കുന്നത് ഭയങ്കര ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ. അപ്പം എൻ്റെ അനിയൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആഭരണങ്ങളെല്ലാം അവരെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിച്ചു. നിങ്ങളുടെയാണോ കറക്റ്റായിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആഭരണങ്ങളാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ചയായിട്ട് സ്റ്റേഷനിൽ കേസ് ചെയ്തിട്ടില്ല. സംഭവത്തിൽ പോലീസ് നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി സജി ചെറിയാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ഗൂഢസംഘം മാന്നാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. പോലീസിന് ധാരാളം പരാതികൾ ഇത് സംബന്ധിച്ച് കൊടുക്കുകയും പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ കുറ്റവാളികൾ ഇന്നും ഈ സമൂഹത്തിൽ മാന്യത ചമഞ്ഞ് നടക്കുകയും ധാരാളം ആളുകളിൽ നിന്ന് സമ്പത്ത് കൈക്കലാക്കുകയും പൊതുപ്രവർത്തകരായ നിരവധി ആളുകളെ മധ്യസ്ഥരാക്കി പണം തട്ടിക്കൊണ്ട് അവരെ എല്ലാം ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രവണതയാണ് മാന്നാർ പ്രദേശത്ത് കണ്ടുവരുന്നത്. അടിയന്തരമായി പോലീസിൻ്റെ ശക്തമായ അന്വേഷണം ആരംഭിക്കാനും ഇതിൽ കുറ്റവാളികളായ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സന്നദ്ധമാകണം. സാമ്പത്തിക തട്ടിപ്പ് സംഘം മാന്നാർ, ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്ന് 3 കോടിയിലേറെ രൂപ തട്ടിയെടുത്തതായി ആരോപണമുയർന്നിട്ടുണ്ട്. തട്ടിപ്പ് സംഘം ഇരയാക്കിയ മറ്റൊരു സ്ത്രീ മുൻപ് ആത്മഹത്യ ചെയ്തതായും നാട്ടുകാർ പറയുന്നു. ഇവർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. 24 ആലപ്പുഴ.